നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം സാമ്പത്തികമല്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഞാനിപ്പോൾ വർഷങ്ങളായി കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഏത് കാര്യവും നിഷ്പ്രയാസം നമുക്ക് സാധിക്കും എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് വിദേശത്തേക്ക് പോകുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങളായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരു വീഡിയോഗ്രാഫറാണ്, ഫോട്ടോഗ്രാഫറാണ്. അതിൻ്റെ ഭാഗമായി വർക്ക് തിരക്ക് വരികയും വിദേശത്തിൽ പോകേണ്ട ആവശ്യം വന്നാൽ എന്തായാലും പാസ്പോർട്ടില്ലാതെ നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു പാസ്പോർട്ട് എടുത്തു വയ്ക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ ആഗ്രഹം അതിൻ്റെ തുടർന്ന് വരുന്നത് നമ്മൾ വിദേശത്ത് പോയി ഫോട്ടോസ് എടുക്കണം എന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തും എന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി. 4 രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റി. തായ്ലൻഡ്, മലേഷ്യ, അസർബൈജാൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ഓരോ വർഷവും കൃത്യമായി പോയിക്കൊണ്ട് നല്ല രീതിയിൽ ഫോട്ടോസ് ചിത്രീകരിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും സന്തോഷത്തോടു കൂടിയുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ തന്നെയാണ്. എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത്? പൈസ സമ്പാദിച്ചുകൊണ്ട് മാത്രം സന്തോഷം ലഭിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു കാരണം. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന മറ്റൊരു കാര്യം, ആദ്യമെല്ലാം വർക്ക് നല്ല തിരക്കുള്ള സമയത്തൊക്കെ മാക്സിമം വർക്ക് ചെയ്യുകയും അതിനുശേഷം രണ്ടാം ഘട്ടം ഞാൻ മുന്നേ സമ്പാദിച്ചു വെച്ചുള്ള സമ്പാദ്യം എനിക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള പോലെ റിട്ടയർമെൻറ്റ് തന്നെയാണ്. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ആദ്യം ഞാൻ മാക്സിമം പണിയെടുക്കും, രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ആദ്യത്തേക്കാൾ പകുതി പണിയെടുക്കും, മൂന്നാം ഘട്ടത്തിൽ നമ്മൾ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് പണിയെടുക്കാതെ തന്നെ നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ രണ്ടാം ഘട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ സന്തോഷപരമായി നമുക്ക് പ്ലാനിങ്ങോടുകൂടി ജീവിക്കാൻ പറ്റും എന്ന് തെളിയിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതുപോലുള്ള സാഹചര്യത്തിൽ സമ്പാദ്യമല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനമെന്നും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതൊന്ന് എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു പ്രതിവിധി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം ആസ്വദിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം? സാമ്പത്തിക പ്രതിസന്ധിയാണോ? എങ്ങനെ ഇന്ന് മറികടക്കാം? എങ്ങനെ സന്തോഷം കൊണ്ടുവരാം? എങ്ങനെ നമുക്ക് ഹെൽത്ത് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാനൽ പ്രതിപാദിക്കുന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക.